ഒന്ന് വന്നാക്കാം. ഇത് സെറ്റാണ്. അതൊന്ന് ചൂണ്ടുവരല് കാണിക്കാമോ? അത് കാണിക്കാം. റെഡിയാ? റെഡിയല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പോകാത്ത. ആയില്ലേ? റെഡിയല്ലേ? ഹലോ ഹലോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നല്ല ഐതിഹാസികമായൊരു തിരിച്ചുവരവ് UDF ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഇന്നലെ 14 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വളരെ ആവേശത്തോടു കൂടിയാണ് UDF പ്രവർത്തകരെല്ലാം. ജനങ്ങൾ UDF തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാന കാരണങ്ങളാകാൻ പോകുന്നത്. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണമോഷണം ഉന്നതരായ CPM നേതാക്കൾ അതിൽ പങ്കാളികളാണ്. ആളുകളെ അമ്പരപ്പിച്ചത് അവർക്കെതിരായ ഒരു നടപടി പോലും CPM എടുത്തിട്ടില്ല. അവരെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ്. ME ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഗവൺമെന്റ് അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ചില ഉന്നതരായ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായിരുന്നു. പക്ഷേ SITയുടെ മീതെ, SIT നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത്, എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി. കുറച്ചു ദിവസം കൊണ്ട് നീട്ടിവെക്കാം. ഇത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു പ്രശ്നമാകാതിരിക്കാനുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ട്. എങ്കിലും കേരളത്തിലെ ഭക്തജനങ്ങൾ മാത്രമല്ല, കേരളം മുഴുവൻ ഇത്തരം കാര്യത്തിലുള്ള അതിശക്തമായ പ്രതിഷേധമുണ്ട്. ജനങ്ങൾക്കെതിരായി UDF അവതരിപ്പിച്ച കുറ്റപത്രം ഗൌരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ ബദൽ പരിപാടികളുണ്ട്. രണ്ടാമത്തെ വിഷയം, ഞങ്ങൾ പതിവിൽ അപ്പുറമുള്ള വലിയ മുന്നൊരുക്കം UDF നടത്തിയിരുന്നു. ഞങ്ങൾ ടീം UDF ആയിട്ടാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. അതിന്റെ കൂടി ഒരു ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നല്ല വിജയമുണ്ടാവും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന ഈ തദ്ദേശ സ്വാഭാവികമായിട്ട് ഇതിന്റെ രണ്ടിന്റെ പാറ്റേൺ വ്യത്യാസമാണ്. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷന്റെ പാറ്റേൺ വ്യത്യാസമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 20ൽ 18 സീറ്റും ലഭിച്ചതാണ്. ഈ ഇലക്ഷന്റെ പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്. പക്ഷെ ഇവിടെയും ചില സൂചനകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. സൂചനകളുണ്ടാവും. കൊച്ചി കോർപ്പറേഷൻ ചുമതല പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഏറ്റെടുത്തായിരുന്നു. എന്താണ് കോർപ്പറേഷന്റെ ഒരു അവസ്ഥ? അല്ല, കോർപ്പറേഷൻ ഉറപ്പായിട്ട് ജയിക്കും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ ഒരു എഡ്ജുണ്ട് UDF. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പരാജയം രുചിച്ചപ്പോൾ പോലും മുനിസിപ്പാലിറ്റികളിൽ ഒരു എഡ്ജുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊക്കെ വലിയ തോതിൽ വരും. ഇതുവരെ ജയിക്കാത്ത മുനിസിപ്പാലിറ്റികൾ വരെ ജയിക്കും. ഇതുവരെ ജയിക്കാത്ത ഗ്രാമപഞ്ചായത്തുകൾ വരെ ജയിക്കും. എല്ലാ രംഗത്തും UDF വ്യക്തമായ മേൽക്കൈ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ്. ശബരിമല തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു വിഷയമായിട്ട് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് കരുതുന്നു. അല്ല, തീർച്ചയായും അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളല്ലേ മത്സരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളല്ലേ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയാണ്. ഉറപ്പായിട്ട് അതൊരു വിഷയമാണ്. വിഷയം അല്ലാതെ പോകുന്നെങ്ങനെ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം UDF ബാധിക്കും. ഞങ്ങളെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, അവിടെയും പ്രതിരോധത്തിലായത് CPM ആണ്. കാരണം ഞങ്ങൾ കൃത്യമായ അച്ചടക്ക നടപടികളും കാര്യങ്ങളും എടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ചെയ്യാത്ത രീതിയിൽ മാതൃകാപരമായ നടപടികൾ എടുത്തപ്പോൾ അവിടെ വീണ്ടും പ്രതിരോധത്തിലായത് CPM ആണ്. CPM ആണ് പ്രതിരോധത്തിലായത്. CPM ഇത് അറസ്റ്റൊക്കെ നീട്ടിക്കൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പ് അവസാനം വരെ ഈ വിഷയം നിർത്താം എന്ന് തെറ്റിദ്ധരിച്ചു. അതിലേം തിരിച്ചടി അവർക്കുണ്ടാവും ആ വിഷയത്തിലും. കാരണം ആ വിഷയത്തിൽ അവർ പ്രതിക്കൂട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയണ്ടല്ല. അവരെയൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളാരെയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. ഞങ്ങളാ കൈ വിട്ടു. വേണ്ടാത്ത കാര്യം വന്നപ്പോൾ ഞങ്ങളാ കൈ വിട്ടു. മുഖ്യമന്ത്രി കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ, എപ്പോഴും വിട്ടിട്ടില്ലല്ലോ കൈ. അതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. അതെ, അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. നമ്മുടെ പാർട്ടിക്ക് അല്ല, തീർച്ചയായിട്ടും പോകണമല്ലോ. ഗവൺമെന്റ് എല്ലാ പ്രോസിക്യൂഷൻ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുക, ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുക.
ആ കുറ്റപത്രത്തിലെ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. ഇത് അവസാന വിധിയല്ലല്ലോ, അപ്പീൽ കോടതി ഉണ്ടല്ലോ. ഞാൻ കോടതി വിധി വരാത്തതുകൊണ്ടാണ് ഞാനത് വിശദമായി സംസാരിക്കാത്തത്. കാരണം എന്തിന്റെ കാര്യത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോസിക്യൂഷൻ ഒരു കേസ് ഉണ്ടല്ലോ, പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയും. ആ കേസ് മുഴുവൻ ജയിച്ചിട്ടില്ല, പകുതിയെ ജയിച്ചുള്ളൂ, പകുതി ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ, പകുതി ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ സാധാരണ പോകണം. വന്നതിന് പിന്നാലെ അതിജീവിതക്കെതിരെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അതിപ്പോ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കുന്ന ജോലിയാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയ്ക്ക്. മര്യാദക്ക് കിടക്കുന്ന മാന്യന്മാരെ തെറിയഭിഷേകം ചെയ്യുകയും അവരെ ചെളി കൊണ്ട് വാരി പൊത്തുകയും ചെയ്യുന്ന പരിപാടിയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അത് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങളെപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി. സോഷ്യൽ മീഡിയ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നല്ല ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി സോഷ്യൽ മീഡിയ കൊണ്ട് നിങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെട്ടത് എവിടെയാണ്? സോഷ്യൽ മീഡിയയിലല്ലേ? പണ്ടെങ്ങാണ്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നം. വനിതാ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിലാണ്. ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ല. അപ്പോൾ ഇതിനൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘത്തിന് പണം കൊടുത്തും അല്ലാതെയും അവരെ സ്വാധീനിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അതിക്രമം അവസാനിപ്പിച്ച മതിയാവും. ഞാൻ പറഞ്ഞല്ലോ, ആര് തെറ്റ് ചെയ്താൽ, അതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ടെങ്കിലും തെറ്റ് തന്നെയാണ്. ഞങ്ങളൊന്നും അതിനെ ന്യായീകരിക്കില്ല ഒരിക്കലും. ഒരു സ്ത്രീക്കെതിരെ ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്താൽ അതിന് നീതിന്യായ സംവിധാനങ്ങളുണ്ട്, അതുവഴി പോവുക. സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല, കുറ്റം ചെയ്യുക. പക്ഷേ സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുക എന്നത് ഇപ്പോൾ പതിവാണ്, അപമാനിക്കപ്പെടുകയാണ്. പുരുഷന്മാരും അതെ, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്കൊക്കെ എല്ലാ ദിവസവും നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ ചിലർ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. ചില യൂട്യൂബ് ചാനലുകൾ ഡെയിലി 5ഉം 10ഉം കാർഡുകളും വീഡിയോയും ഇടുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നമുക്കൊക്കെയുള്ള ആത്മവിശ്വാസവും ജനങ്ങൾ അത് മറികടന്ന് ചിന്തിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. വളരെ അല്ല, ഞാൻ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ ആരെങ്കിലും കുറിച്ചോ അല്ല പറയാൻ. ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോ കോൺഗ്രസിലെ ഈ ഒരു നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായിട്ടാണ് ഒരു നടപടി എടുത്തത്. ആർക്ക് നേരെയായിരുന്നു ആക്രമണം? എനിക്ക് നേരെയായിരുന്നു. നിങ്ങളെല്ലാം കണ്ടല്ലേ, നിങ്ങൾ തന്നെ ചോദിക്കുകയും ചെയ്ത. ഞാനപ്പോൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി അത് ഇന്നായാലും നാളെയായാലും അതാണ്. നമ്മളെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ തീരുമാനം എടുക്കണം. അത് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്താണെന്ന്. എല്ലാവർക്കും അവരവരുടെ വശങ്ങൾ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ വിധി വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്, ആ തെളിവുകൾ എത്രമാത്രം വിശ്വസനീയമാണ്, ആ തെളിവുകളെ കോടതി എങ്ങനെയാണ് നോക്കിക്കണ്ടത്. കോടതി അത് തെറ്റായ രീതിയിലാണ് നോക്കിക്കണ്ടതെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോയി ആ അപ്പീലിൽ കോടതിയുടെ തെറ്റായ നിഗമനങ്ങളെ ചോദ്യം ചെയ്യാം. അതല്ലേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകത. അത് വിധി വരട്ടെ, വിധി വന്നു കഴിയുമ്പോൾ കൂടുതൽ പറയാം. മതിയല്ലോ.